കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ SCERT ന്യൂസ് സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ് ചാപ്റ്റർ ബേസ് ഓൺവേഡ് ചോദ്യോത്തരങ്ങൾ. മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിളിക്കാൻ കാരണം? ഉത്തരം: മനുഷ്യൻ ആദ്യകാലത്ത് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നത്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ എത്രയായി തിരിക്കാം? ഉത്തരം 3 ആയി. പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് എന്നിങ്ങനെ. പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്? ഉത്തരം: പാലിയോസ് പ്രാചീനം, ലിത്തോസ് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ആദിമ മനുഷ്യൻ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു. ഉത്തരം: പ്രയോജനപ്പെടുത്തൽ അഥവാ യൂട്ടിലൈസേഷൻ. ആദിമ മനുഷ്യൻ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയായിരുന്നു. ഉത്തരം: രൂപമാറ്റം വരുത്തൽ അഥവാ ഫാഷനിങ്. ആദിമ മനുഷ്യൻ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയായിരുന്നു. ഉത്തരം: ക്രമവൽക്കരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ. എന്താണ് മാതൃശില അഥവാ കോർ എന്ന് പറയുന്നത്? ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് കോർ എന്ന് പറയുന്നത്. അതുപയോഗിച്ചുണ്ടാക്കുന്ന ഉപകരണങ്ങൾക്ക് മാതൃശില ഉപകരണങ്ങൾ എന്നും പറയുന്നു. എന്താണ് കൽച്ചീളുകൾ അഥവാ ഫ്ലേക്സ് എന്ന് പറയുന്നത്? ഉത്തരം: ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളാക്കി പിളർക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ അഥവാ ഫ്ലേക്സ് എന്ന് പറയുന്നു. അതുപയോഗിച്ചുണ്ടാക്കുന്ന ഉപകരണങ്ങൾക്ക് കൽച്ചീൾ ഉപകരണങ്ങൾ എന്നും പറയുന്നു. പ്രാചീന ശിലായുഗ കാലത്ത് 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹത്തിന് പറഞ്ഞിരുന്ന പേരാണ്. ഉത്തരം: ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. രക്തബന്ധമാണ് ഇവരെ പരസ്പരം ബന്ധിച്ചിരുന്നത്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തന ഘട്ടമാണ്. ഉത്തരം: മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് ഏജ്. മെസോ എന്നാൽ മധ്യം എന്നും ലിത്തോസ് എന്നാൽ ശില എന്നുമുള്ള 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ പേരുണ്ടായത്. മധ്യശിലായുഗത്തിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ? ഉത്തരം: മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ. ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കലാസൃഷ്ടികൾ കണ്ടെത്തിയ ഇന്ത്യയിലെ ഗുഹാകേന്ദ്രങ്ങളാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക, ലഗ്ജാവോർ, ഖതോട്ടിയ. വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ്? ഉത്തരം: സ്റ്റാർക്കാർ. ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമായിരുന്നു? ഉത്തരം: ഉത്തർപ്രദേശിലെ ഓക്സ്ബോ തടാകക്കരയിലെ സരൈ നഹർറായ്. ശ്രീലങ്കയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമായിരുന്നു? ഉത്തരം: ഫാഹിയാൻ ഗുഹ. മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ്? ഉത്തരം: നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. നിയോസ് അഥവാ നവീനം, ലിത്തോസ് അഥവാ ശില എന്നീ വാക്കിൽ നിന്നാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു
എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ഗോൾഡൻ ചൈൽഡ്. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചത്? ഉത്തരം നവീന ശിലായുഗ വിപ്ലവമെന്ന്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നവീന ശിലായുഗത്തിന് തുടക്കം കുറിച്ച പ്രദേശം? ഉത്തരം മെഹർഗഡ്. ഇപ്പോൾ ഇത് പാകിസ്ഥാനിലാണ്. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്ന പ്രദേശം? ഉത്തരം ബലൂചിസ്ഥാൻ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം? ഉത്തരം ചെമ്പ്. ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ്? ഉത്തരം താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ഇന്ത്യയിൽ താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ 2 പ്രദേശങ്ങളാണ്? ഉത്തരം മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, നെവാസ. നാഗരിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം വെങ്കലയുഗത്തിൽ. ചെമ്പും വെളുത്തിയവും അതായത് കോപ്പറും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹസങ്കരമാണ് വെങ്കലം. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച സംസ്കാരമാണ്? ഉത്തരം ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു പ്രദേശങ്ങൾ കടന്നു വന്നവരാണ്? ഉത്തരം ആര്യന്മാർ. ആര്യന്മാർ കടന്നു വന്നത്? ഉത്തരം മധ്യേഷ്യയിൽ നിന്നും. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതെല്ലാമാണ്? സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, പോളിഷ്, റഷ്യൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്. ആര്യന്മാരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം വേദങ്ങളിൽ നിന്നും. അതിനാൽ ഈ കാലഘട്ടത്തെ വേദിക് ഏജ് അതായത് വേദകാലം എന്ന് വിളിക്കുന്നു. BCE 1500-നും 600-നും മധ്യേയാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യകാല വേദകാലത്ത് രചിക്കപ്പെട്ടതാണ്? ഉത്തരം ഋഗ്വേദം. പിൽക്കാല വേദകാലത്ത് രചിക്കപ്പെട്ടതാണ്? ഉത്തരം യജുർവേദം, സാമവേദം, അഥർവവേദം. വേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം വിദ് അഥവാ അറിവ്. വർണ്ണവ്യവസ്ഥ പ്രകാരം പൗരോഹത്യത്തിൽ ഏർപ്പെട്ടവർ? ഉത്തരം ബ്രാഹ്മണർ. വർണ്ണവ്യവസ്ഥ പ്രകാരം രാജ്യഭരണവും സംരക്ഷണവും നടത്തുന്നവർ? ഉത്തരം ക്ഷത്രിയർ. വർണ്ണവ്യവസ്ഥ പ്രകാരം കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടവർ? ഉത്തരം വൈശ്യർ. വർണ്ണവ്യവസ്ഥ പ്രകാരം ദാസ്യവൃത്തി ചെയ്തിരുന്നവർ? ഉത്തരം ശൂദ്രർ.